കേരളത്തിലെ BSc നഴ്സിംഗ്, പാരാമെഡിക്കൽ, അത് കൂടാണ്ട് ജനറൽ നഴ്സിംഗ്, പിന്നെ വരുന്ന ഡിപ്ലോമ പാരാമെഡിക്കൽ കോഴ്സസ്, ഇതിന്റെ ഒരു കൗൺസിലിംഗ് എങ്ങനെയാണ് നടക്കുന്നത്, അല്ലെങ്കിൽ കേരളത്തിൽ എങ്ങനെയാണ് നമുക്ക് അഡ്മിഷൻ നേടാനായിട്ട് സാധിക്കുക എന്നുള്ളത് ഒരുപാട് സ്റ്റുഡൻസിന്റെ വലിയൊരു ഡൗട്ടാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, നമുക്ക് കേരളത്തിലെ രണ്ട് യൂണിവേഴ്സിറ്റീസ് ആണ് മെഡിക്കൽ റിലേറ്റഡ് കോഴ്സസ് റൺ ചെയ്യുന്നത്. ഒന്ന് എന്ന് പറയുന്നത് നമ്മുടെ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമൃത യൂണിവേഴ്സിറ്റിയാണ്. അമൃത യൂണിവേഴ്സിറ്റിക്ക് നമുക്ക് കേരളത്തിൽ ആകെയുള്ളത് കൊച്ചിയിലുള്ള ക്യാമ്പസ് മാത്രമാണ്. സോ അമൃത യൂണിവേഴ്സിറ്റി അവരുടെ അഡ്മിഷൻസിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു എൻട്രൻസ് നടത്തുന്നുണ്ട്. അപ്പം അമൃതയുടെ എൻട്രൻസ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് അമൃത യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലുള്ള കൊച്ചിയിലുള്ള ക്യാമ്പസിൽ അഡ്മിഷൻ നേടാനായിട്ട് സാധിക്കും. പിന്നെ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിന്റെ അണ്ടറിൽ നമുക്ക് ഒരുപാട് നഴ്സിംഗ് കോളേജസും അതുപോലെ തന്നെ പാരാമെഡിക്കൽ കോളേജസും പിന്നെ ഡിപ്ലോമ പാരാമെഡിക്കൽ കോഴ്സസ് റൺ ചെയ്യുന്ന കോളേജസും ജനറൽ നഴ്സിംഗ് റൺ ചെയ്യുന്ന കോളേജസും അവൈലബിൾ ആണ്. ഈ ഒരു കോളേജസിലോട്ടുള്ള അഡ്മിഷൻസ് പ്രീവിയസ്ലി, അതായത് 2023 വരെ LBSന്റെ അണ്ടറിലാണ് മെയിൻ ആയിട്ട് കൗൺസിലിംഗ് നടന്നിട്ടുണ്ടായിരുന്നത്. അത് കൂടാണ്ട് LBS കൂടാണ്ട് നമുക്ക് പ്രൈവറ്റ് മാനേജ്മെന്റ് അസോസിയേഷൻസും ഉണ്ടായിരുന്നു. നമുക്ക് പ്രൈവറ്റ് മാനേജ്മെന്റ് അസോസിയേഷനും അത് കൂടാണ്ട് ക്രിസ്ത്യൻ മാനേജ്മെന്റ് അസോസിയേഷനുമാണ് മെയിൻ ആയിട്ട് കേരളത്തിൽ കൗൺസിലിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേങ്കിൽ BSc നഴ്സിംഗിന്റെ കാര്യത്തിൽ കറന്റ്ലി സെൻട്രൽ ഗവൺമെന്റ് എല്ലാ സ്റ്റേറ്റുകളും എൻട്രൻസിലൂടെ മാത്രമേ BSc നഴ്സിംഗിന്റെ അഡ്മിഷൻ നടത്താവൂ എന്നൊരു നോട്ടിഫിക്കേഷൻ കറന്റ്ലി പുറപ്പെടുവിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ എന്തായാലും ഈ വർഷം മുതൽ കേരളത്തിലും BSc നഴ്സിംഗിന്റെ അഡ്മിഷൻ നടത്താനായിട്ടുള്ള ചാൻസ് ഉള്ളത് എൻട്രൻസ് ത്രൂ തന്നെയായിരിക്കും. പക്ഷേങ്കിൽ ഇതുവരെ ഏത് എൻട്രൻസ് ആണെന്നോ അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും എൻട്രൻസിന്റെ മെത്തേഡ് എന്നുള്ള കാര്യമായിട്ട് ബന്ധപ്പെട്ടിട്ട് യാതൊരു തരത്തിലുള്ള നോട്ടിഫിക്കേഷൻ നമുക്ക് കേരളത്തിലെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ എന്തായാലും കേരളത്തിലും ഈ വർഷം BSc നഴ്സിംഗിന്റെ അഡ്മിഷൻ എൻട്രൻസ് ത്രൂ ആവാനായിട്ടുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത്. കറന്റ്ലി കർണാടകയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അവര് BSc നഴ്സിംഗിന് വേണ്ടിയിട്ട് കോമൺ എൻട്രൻസ് ടെസ്റ്റ് നടത്തുന്നുണ്ട്. അതിന്റെ ആപ്ലിക്കേഷൻസ് ഒക്കെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. സോ ഈ ഒരു സാഹചര്യത്തിൽ എന്തായാലും കേരളത്തിലും BSc നഴ്സിംഗിന്റെ അഡ്മിഷൻ എന്തായാലും എൻട്രൻസിൽ നിന്നാവാനായിട്ടുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാരാമെഡിക്കൽ കോഴ്സസ്, ഡിപ്ലോമ പാരാമെഡിക്കൽ കോഴ്സസ്, അത് കൂടാണ്ട് വരുന്ന ജനറൽ നഴ്സിംഗ് കോഴ്സസും. പാരാമെഡിക്കൽ കോഴ്സസിന്റെ കൗൺസിലിംഗ് എന്തായാലും LBS ത്രൂ തന്നെയായിരിക്കും ഈ തവണയും നടക്കാനായിട്ടുള്ള ചാൻസ് കൂടുതലായിട്ട് ഉള്ളത്. പല കുട്ടികളും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഈ LBS എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും എൻട്രൻസ് ആണോ, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് എന്തെങ്കിലും എക്സാം എഴുതേണ്ടതുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. LBS എന്ന് പറയുന്നത് കേരളത്തിൽ കഴിഞ്ഞ വർഷം വരെ BSc നഴ്സിംഗിന്റെയും അത് കൂടാണ്ട് പാരാമെഡിക്കൽ കോഴ്സസിന്റെയും കൗൺസിലിംഗ് നടത്തിയിരുന്ന ഒരു ഗവൺമെന്റ് ബോഡിയാണ്. സോ LBS കൗൺസിലിംഗ് നടത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ +2 മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ ഈ വർഷം ഇനിയിപ്പോൾ പാരാമെഡിക്കൽ കോഴ്സസിന്റെ കൗൺസിലിംഗ് LBS ആണ് നടത്തുന്നത് എങ്കിൽ കഴിഞ്ഞ വർഷം അവർ കൗൺസിലിംഗ് നടത്തിയ അതേ മെത്തേഡിൽ തന്നെയായിരിക്കും കൗൺസിലിംഗ് നടത്താനായിട്ടുള്ള ചാൻസും ഉള്ളത്. അപ്പൊ നമുക്ക് +2 ലഭിക്കുന്ന മാർക്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കൗൺസിലിംഗ് നടത്തുന്നത്. ആ ഒരു മാർക്കിന്റെ ബേസിൽ നമ്മുടെ ഒരു ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യും. ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്തതിനു ശേഷം ആ ഇൻഡെക്സ് മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ഒരു റാങ്ക് പ്രിപ്പയർ ചെയ്ത് ആ റാങ്കിന്റെ അടിസ്ഥാനത്തിൽ മെറിറ്റ് അടിസ്ഥാനത്തിലായിരിക്കും കേരളത്തിൽ എന്ത് നടക്കുന്നത്, പാരാമെഡിക്കൽ കോഴ്സസിന്റെ അഡ്മിഷൻ നടക്കാനായിട്ട് പോകുന്നത്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിപ്ലോമ പാരാമെഡിക്കൽ കോഴ്സസ് ആണ്. ഡിപ്ലോമ പാരാമെഡിക്കൽ കോഴ്സസിന്റെ കാര്യത്തിലും കാര്യങ്ങൾ സെയിം തന്നെയാണ്. നമ്മുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഇൻഡെക്സ് മാർക്ക് പ്രിപ്പയർ ചെയ്യും. അത് വെച്ചിട്ടുള്ള റാങ്കിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും കൗൺസിലിംഗ് നടക്കുന്നത്. സോ ഇതേ സെയിം മെത്തേഡിൽ തന്നെയാണ് ജനറൽ നഴ്സിംഗിന്റെ കൗൺസിലിംഗ് നടക്കുന്നത്. സോ ഈ ഒരു മെത്തേഡിൽ തന്നെയായിരിക്കും എന്തായാലും 2024 കേരളത്തിൽ കൗൺസിലിംഗ് നടക്കാനായിട്ട് ചാൻസ് ഉള്ളത്. ഇനി BSc നഴ്സിംഗിന് വേണ്ടി സെപ്പറേറ്റ് എൻട്രൻസ് ഉണ്ട് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ എന്തായാലും ഗവൺമെന്റ് സൈഡിൽ നിന്നുണ്ടാവും. ആ ഒരു നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് കൃത്യമായി എന്ത് ചെയ്യുക, നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്ത് കൃത്യമായി നിങ്ങൾ എൻട്രൻസ് കൊടുക്കുക. പിന്നെ ചില സ്റ്റേറ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്, നീറ്റിൽ നിന്ന് BSc നഴ്സിംഗിന് കൗൺസിലിംഗ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ആന്ധ്രാപ്രദേശൊക്കെ അവർ നീറ്റിൽ നിന്നാണ് BSc നഴ്സിംഗിന്റെ അഡ്മിഷൻ എടുക്കുമെന്ന് പറയുന്നത്. സോ എന്തായാലും കേരള ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും BSc നഴ്സിംഗിന്റെ അഡ്മിഷൻ എന്നുള്ള കാര്യത്തിൽ ഉടനെ തന്നെ എന്തായാലും ഒരു തീരുമാനം വരും. അപ്പൊ എന്തായാലും എന്ത് ചെയ്യുക, അതിനനുസരിച്ച് നിങ്ങൾ പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, നിങ്ങളുടെ ചാൻസസ് മിസ് ചെയ്യാണ്ട് ഇരിക്കുക. പിന്നെ LBS ത്രൂ കൗൺസിൽ നടക്കുന്ന കോഴ്സുകൾക്ക് വേണ്ടി +2 റിസൾട്ട് വന്നതിന് ശേഷം എന്ത് ചെയ്യുക, LBSന് നിങ്ങൾ പ്രോപ്പറായിട്ട് ആപ്ലിക്കേഷൻ കൊടുത്ത് LBS പറയുന്ന ഡോക്യുമെന്റ്സ് കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്ത് നിങ്ങൾ കൗൺസിലിംഗിൽ അപ്പിയർ ചെയ്യുക. എന്തായാലും നഴ്സിംഗിന്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ പാരാമെഡിക്കലിന്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് അപ്ഡേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ നമ്മൾ അപ്പ് ചെയ്യുന്നുണ്ടാവും. സോ അത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് വേഗത്തിൽ ലഭിക്കാനായിട്ട് മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നല്ലൊരു അടിപൊളി ടോപ്പിക്കുമായി കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.